അരയാൽ മരങ്ങളെ ലോകവ്യാപകമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെ പ്ലാന്റ്സ് അവർ പാഷൻ 134 അരയാൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. കേരളത്തിലും വിവിധ സംസ്ഥാനങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമായി നടത്തിയ പദ്ധതി ജനുവരി 26-ന് ലോകത്തിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. 134 ആൽമരങ്ങൾ നമ്മൾക്ക് വെക്കാൻ പറ്റി. അതിലൊരു 10 എണ്ണം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ UAE, ദുബായ്, ഷാർജ, അജ്മാൻ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു. ഒന്ന് ഖത്തറിലും സൗദി അറേബ്യയിലും ഒരെണ്ണം വെച്ചു. പിന്നീട് നമ്മൾ ഹൈദരാബാദിൽ ഒരു 10-11 എണ്ണം കോളേജുകൾ, ബേസ് കോളേജ്, പിന്നെ ക്രൈസ്റ്റ് കോളേജ്, അതുപോലെയുള്ള യൂണിവേഴ്സ് യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിലായിട്ട് കൊടുത്തു. നമ്മൾ കൊടുത്തതിൽ നിന്ന് 34 അരയാൽ മരങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് കുറിച്ചിട്ടിരിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ കാർമ്മികത്വത്തിൽ നമ്മളത് റിപ്പബ്ലിക് ഡേയിൽ ലോകത്തിന് സമർപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് UAE-യിലെ അജ്മാൻ, ഷാർജ, ദുബായ്, മുസഫ എന്നിവിടങ്ങളിൽ ഓരോന്നും, ഖത്തറിലും മദീനയിലും ഓരോന്നു വീതവും, കേരളത്തിന് പുറത്ത് വിവിധ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്കൂളുകളിലും പ്ലാന്റ്സ് അവർ പാഷന്റെ നേതൃത്വത്തിൽ അരയാൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. താമരശ്ശേരി സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇനീഷ്യേറ്റീവ് എന്നീ കൂട്ടായ്മകളും ഈ ഉദ്യമത്തോട് സഹകരിക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. സാധാരണ നമുക്കറിയാം, നമ്മള് ഫംഗ്ഷനുകളിലൊക്കെ ആയാലും ഡെഡ് ഫ്ലവേഴ്സ് ആണ് ആളുകൾക്ക് പൂക്കൾ എടുത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അതിന് പകരം ജീവനുള്ള ഒരു റോസ് പ്ലാന്റ് തന്നെ അവർക്ക് കൊടുക്കുന്ന രീതിയിൽ ജന്മദിനത്തിനായാലും കല്യാണ ഫംഗ്ഷനുകളിലായാലും റീത്തുകളും ബൊക്കകളും ഒക്കെ ആയിട്ടും നമ്മൾ ലിവിങ് റോസ് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഈ വർഷം കൊണ്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ